ഹോണറിൻ്റെ ഹോണർ X7C 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 15,000 രൂപ എന്ന ഇൻട്രോഡക്ടറി പ്രൈസിങ്ങിലാണ് ഈ സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹോണർ X7C 5G എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. ഇപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഹോണർ X7C 5Gയിൽ 6.8 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ TFT LCD പാനലാണ് കൊടുത്തിരിക്കുന്നത്. AMOLED ഡിസ്പ്ലേ വരുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് 15,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ AMOLED ഡിസ്പ്ലേയുമായിട്ട് വരുന്ന 5G ഫോണുകൾ വേണം എന്നുണ്ടെങ്കിൽ പല 5G ഫോണുകളും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ Realme Narzo 70 Turbo, Realme P1 Speed, അതുപോലെ തന്നെ Poco M7 Pro, ഇങ്ങനെ പല ഫോണുകളിലും നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ LCD പാനലേ വരുന്നുള്ളൂ. പിന്നെ പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് 850 നിറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്ന് പറയാൻ പറ്റില്ല. AMOLED ഡിസ്പ്ലേയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 193 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.24 mm ആണ്. പിന്നെ IP64 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ SGSന്റെ 5 സ്റ്റാർ ഡ്രോപ്പ് റെസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഈ ഫോണിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണൊക്കെ ആയിരിക്കും ഇത്. പിന്നെ ഈ ഫോണിൻ്റെ ഫോറസ്റ്റ് ഗ്രീൻ അതുപോലെ തന്നെ മൂൺലൈറ്റ് വൈറ്റ് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 4 Gen 2 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെ ഉണ്ട് എന്ന് വെച്ചാൽ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ മാത്രമാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിലും ബെറ്റർ ആയിട്ടുള്ള MediaTek Dimensity 7300 എന്നീ പ്രോസസ്സറുകളുമായിട്ട് വരുന്ന ഫോണിലൊക്കെ വരുന്നുണ്ട്. അതുമാത്രമല്ല ഇപ്പം ഈ ഒരു 15,000 എന്ന് പറയുന്നത് ഇൻട്രോഡക്ടറി പ്രൈസിംഗ് ആണ്. മിക്കവാറും ആ ഒരു ഇത് കഴിഞ്ഞാൽ 16,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ടായിരിക്കും ഈ ഫോണിൻ്റെ വില വരിക. ഇപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ സ്നാപ്ഡ്രാഗൺ 6 Gen 4 എന്ന പ്രോസസ്സറുമായിട്ട് Realme P3 പോലുള്ള സ്മാർട്ട് ഫോണുകളൊക്കെ വരുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് വരുന്ന ഫോണുകൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ വരുന്നുണ്ട്. അത് നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് ഗെയിമിങ്, പെർഫോമൻസ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻസ് വരുന്നുണ്ട്. അതൊക്കെ നോക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ ഒരു ഫോണിൽ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബേസ് വേരിയന്റിൽ തന്നെ 8 GB റാമും 256 GB ഇൻറ്റേർണലും വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 8 GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ Android 14 ബേസ് ആയിട്ടുള്ള MagicOS സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ഈ ഒരു ടൈമിലൊക്കെ ലോഞ്ച് ചെയ്യുന്ന ഒരു ഫോണിൽ നമ്മൾ Android 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് മിനിമം എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ വരുന്നുള്ളൂ. അപ്പം അത് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് പറയേണ്ടി വരും. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഡെപ്ത് സെൻസറും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 5 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. ഫ്രണ്ടിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു റെസൊല്യൂഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ. അപ്പം ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനും ആവറേജ് എന്ന് പറയാം, അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. ബാറ്ററിയുടെ കാര്യത്തിൽ 5200 mAh ബാറ്ററിയാണ് വരുന്നത്. തരക്കേടില്ലാത്തൊരു ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയാം. 35 വാട്ടിൻ്റെ ഫാസ്റ്റ് സപ്പോർട്ടാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആവറേജ് ആയിട്ടുള്ള ഒരു ചാർജിങ് സ്പീഡ് എന്നും പറയാവുന്നതാണ്. പിന്നെ Type C ചാർജിംഗ് പോർട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ആവറേജ് ആയിട്ടുള്ള ഒരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പുമായിട്ട് വരുന്ന ഫോണിലൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ iQOO Z10 X5G അതുപോലെ തന്നെ Vivo T4 X5G എന്നീ ഫോണിലൊക്കെ വരുന്നുണ്ട്. ഇതിലാണെങ്കിൽ 6500 mAh ബാറ്ററി 44 വാട്ടിൻ്റെ ഫാസ്റ്റ് സപ്പോർട്ടൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 8 GB റാം 256 GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 14,999 രൂപയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം അത് ഇൻട്രോഡക്ടറി പ്രൈസിംഗ് ആണ്. കുറച്ച് കഴിഞ്ഞാൽ വില കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ആമസോൺ വഴിയാണ് ഇതിൻ്റെ സെയിൽ നടക്കുന്നത്. ഓഗസ്റ്റ് 20 മുതലാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചൊരു ഫോണായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ഇപ്പം ഡിസ്പ്ലേയുടെ കാര്യം നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേ വരുന്നില്ല എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട്. പ്രോസസ്സറിൻ്റെ കാര്യം നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചൊരു പ്രോസസ്സർ അല്ല ഇതിൽ വരുന്നത്. ബാറ്ററി സെറ്റപ്പ് ആവറേജ് എന്ന് പറയാം, അത്രയേ ഉള്ളൂ. ക്യാമറ സെറ്റപ്പും ആവറേജ് എന്ന് പറയാം. OSൻ്റെ സപ്പോർട്ടോ അതുപോലുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. ഫ്രണ്ടിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു റെസൊല്യൂഷനും കൊടുക്കായിരുന്നു. അപ്പം ഇതിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ളതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല.
എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ഫോൺ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് മെയിനായിട്ട് പെർഫോമൻസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 6 Gen 4 എന്ന പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളോ അല്ലെങ്കിൽ MediaTek Dimensity 7300 എന്ന പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ നോക്കാവുന്നതാണ്. ഈ പ്രോസസ്സറുകളുമായിട്ട് വരുന്ന ഫോണുകൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഇനി ഡിസ്പ്ലേ ആണ് മെയിനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോണുകൾ വരുന്നുണ്ട്, അത് കൺസിഡർ ചെയ്യാം. ഇനി ബാറ്ററിയാണ് മെയിനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ iQOO Z10 X 5G പോലുള്ള ഫോണുകളിലൊക്കെ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ചില ഫോണുകളിലൊക്കെ ക്യാമറയിൽ വോയിസിൻ്റെ സപ്പോർട്ടും വരുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോൺ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇത് അത്ര മികച്ചൊരു ഫോണായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. അതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.